നമസ്കാരം. നമസ്കാരം. ശ്രീമതി ടീച്ചർക്കെതിരെ വലിയ തരത്തിലുള്ള ഈ പറഞ്ഞ പോലെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കാരണം മറ്റൊരാളുടെ ഭർത്താവിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് അവരിൽ നിന്ന് കിട്ടുന്ന ആ റിട്ടയർമെൻറ്റ് പൈസ വാങ്ങിക്കുന്നു എന്നുള്ള തരത്തിലുള്ള വലിയ ആരോപണം. അത് ഏറ്റുപിടിക്കുന്ന മറ്റാരുമല്ല, ഈ കർമ്മ, ജനൻ ടി വി പോലത്തെ പല ഓൺലൈൻ മാധ്യമങ്ങളും മെയിൻ സ്ട്രീം ചാനലുകളും ഒക്കെ ഇതിന് പിന്നിൽ കളിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇവരൊക്കെ ഇത്തരത്തിലുള്ള വാർത്തകൾ മുമ്പോട്ട് വരുന്നുണ്ട് എന്നുള്ള വാർത്തകളെല്ലാം വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ ഭയങ്കര വൈകാരികമായിട്ടാണ് ശ്രീമതി ടീച്ചർ മാധ്യമങ്ങൾ അഭിമുഖീകരിച്ചത്. ഒരു വേള കരയുന്ന സന്ദർഭത്തിലോട്ട് വരെ പോയി. സ്വാഭാവികമായിട്ടും ഭർത്താവ് മരിച്ച് 10 മാസം തികയുന്നതിന് മുമ്പ് മറ്റൊരു ഭർത്താവിൻ്റെ പേര് പറഞ്ഞ് താൻ പൈസ വാങ്ങുന്നു എന്നുള്ള തരത്തിൽ. അപ്പം സ്വാഭാവികമായിട്ടും ഇപ്പം എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്, ഉമ്മൻചാണ്ടിയുടെ ഭാര്യ പറഞ്ഞ ഉമ്മൻചാണ്ടി മരണകാലത്തോട് പോലും ഏറ്റവും കൂടുതൽ സങ്കടപ്പെട്ടത് സരിതുമായി ബന്ധപ്പെട്ട വിഷയത്തിലായിരുന്നു. ഞാൻ ചെയ്യാത്ത കാര്യത്തിൽ എനിക്കെതിരെ ആരോപണം വന്നു എന്നുള്ളതും അത് അദ്ദേഹത്തെ വലിയ തരത്തിൽ മാനസികമായി ഒരുപാട് തളർത്തിയ കേസിലൊന്നാണ്. സ്വാഭാവികമായിട്ട് ഒരു വ്യക്തിയെ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ഇത്തരത്തിലുള്ള പ്രൊപ്പഗേറ്റ്, പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ഗ്ലോബൽ ഇൻഫോർമേഷൻ, എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പുറത്തുനിന്ന് കാര്യങ്ങൾ ഇൻഫോർമേഷൻ കൈകാര്യം ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം ഇൻ്റർനെറ്റ് വലിയ തരത്തിൽ നിൽക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഒരു സൈബർ ആക്രമണം വലിയ തരത്തിൽ ഈ കർമ്മ ന്യൂസും ഭാരത് ന്യൂസും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ജനൻ ടി വിക്ക് ഏത് പാർട്ടിക്കാരനാന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം. BJP കൃത്യമായി പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ചാനൽ തന്നെയാണ്. അവർ പൈസ കൊടുത്ത് കൊണ്ടുപോകുന്നൊരു ചാനൽ തന്നെയാണ്, അതിൽ യാതൊരുവിധ സംശയമല്ല. സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള ഇപ്പം ഐഡിയോളജിക്കലി കമ്മ്യൂണിസ്റ്റുകാരുടെ നമുക്ക് വിയോജിപ്പ് ഉണ്ടാവും. അപ്പം ഞാൻ ഒരു പ്രോ ലെഫ്റ്റ് എയറിനാണ്, എനിക്ക് ലെഫ്റ്റിനോട് വലിയ തരത്തിൽ വിയോജിപ്പൊന്നും എനിക്കില്ല. കൃത്യമായിട്ട് ലെഫ്റ്റ് വേണം എന്ന് വിശ്വസിക്കുന്ന ഒരാൾ തന്നെയാണ് ഞാൻ. പക്ഷേ ആ ലെഫ്റ്റ് ഇന്ന് കേരളത്തിൽ ഇല്ലാണ്ടാകുന്നു എന്നുള്ള സങ്കടം മാത്രമുള്ളത് പിണറായി വിജയനിലോട്ട് പോകുന്ന ഒരൊറ്റ കാര്യം. ഇതിലോട്ട് വരുമ്പോൾ ഇത്തരത്തിൽ ശ്രീമതി ടീച്ചറോട് വിയോജിപ്പ് എനിക്ക് ഉണ്ടാവാമായിരിക്കാം, പക്ഷെ വലിയ തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും ഈ പറഞ്ഞ പോലെ ശ്രീമതി ടീച്ചർ പറഞ്ഞത് താൻ ഇതിനെതിരെ അതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ പോകുന്നില്ല, ഇതിനെതിരെ നിയമ നടപടിയിലോട്ട് നീങ്ങുന്നുള്ളതും VD സതീശനും അതേപോലെ തന്നെ ആഭ്യന്തര വകുപ്പ് മന്ത്രിക്കും DGPക്ക് എല്ലാം കത്ത് നൽകുന്നുള്ളതും കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അവരന്വേഷിക്കും. സ്വാഭാവികമായിട്ടും VD സതീശനത് കാര്യമായിട്ട് എടുക്കുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് ഇന്നലെ മുഖ്യധാര മാധ്യമങ്ങളെല്ലാം പറഞ്ഞത്. അപ്പം ഏതൊരു വ്യക്തിയെ നമുക്ക് ഈ പറഞ്ഞ പോലെ ക്രിറ്റിസൈസ് ചെയ്യാൻ, ഇപ്പം സാറ് ഞാനും ഇരിക്കുമ്പം സാറിൻ്റെ തോട്ടിനോട് അല്ലെങ്കിൽ സാറ് ഐഡിയോളജി, സാറ് പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടിയോട് എനിക്ക് വിയോജിപ്പുണ്ടാകും, അതിൻ്റെ നിലപാടുകൾ എനിക്ക് ക്രിറ്റിസൈസ് ചെയ്യാൻ അവകാശമുണ്ട്. പക്ഷെ അത് സാറിൻ്റെ പേഴ്സണൽ ഫാമിലിയിലോട്ട് കടന്നിട്ടുള്ള ഒരു ചോദ്യചിഹ്നമോ അല്ലെങ്കിൽ സാറിനെതിരെ വലിയ തരത്തിലുള്ള ആരോപണങ്ങളോ ഇല്ലാത്ത കാര്യങ്ങൾ കൊണ്ടുവന്ന് ഇല്ലാണ്ടാക്കുക എന്നുള്ളതല്ല ചെയ്യേണ്ടത്. അപ്പോൾ ഇത്തരത്തിൽ BJPക്കാർ ചെയ്തതോട് BJP മാത്രമല്ല, ഇത് പിന്നീട് സൈബർ മീഡിയ ഏറ്റെടുക്കുന്നു. ആര് ചെയ്താലും ശരി ഇക്കാര്യങ്ങളോടൊന്നും യോജിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. എങ്ങനെയാണ് സാർ ഈ ഒരു വിഷയത്തെ കാണുന്നത്? ഈ വിഷയത്തെ കാണുന്നത് താങ്കൾ ഇടയ്ക്ക് സൂചിപ്പിച്ചു, സതീശൻ ശക്തമായ നടപടിയെടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിലങ്ങ് വിശ്വസിക്കുക. ഈ കേസിൻ്റെ അന്വേഷണത്തിൽ ശക്തമായ നടപടി സതീശൻ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് 2-3 ഗുണങ്ങളുണ്ട്. ഇത്തരം കേസുകൾ ഇത് മാത്രമായിരിക്കില്ല, വേറെ കേസുണ്ട്. ഇപ്പോൾ നമ്മുടെ ഷാഫി പറമ്പിൽ MPക്കെതിരായിട്ടുള്ള കാഫിർ സ്ക്രീൻഷോട്ട് വന്നതിൻ്റെ പ്രശ്നം വന്നിട്ടുണ്ട്. അതും അവമാനിക്കില്ല, ഭയങ്കരമായിട്ട് അവമാനിക്കില്ല. ഇനി രണ്ടാമത്, ഈ ശ്രീമതി ടീച്ചറിനെതിരായിട്ട് ഈ ആരോപണം വരുമ്പോൾ ഇവരിങ്ങനെ ഇപ്പോൾ PK ശശിയുടെ കേസ് നമുക്കറിയാം, പീഡനത്തിന് അളവ് നിശ്ചയിച്ച, പീഡനത്തിൻ്റെ ഡിഗ്രി നിശ്ചയിച്ച പാർട്ടിയാണ് AK ബാലനും ശ്രീമതി ടീച്ചറും കൂടെ. അപ്പോൾ ക്രെഡിബിലിറ്റി എന്ന് പറയുന്നൊരു കാര്യം ശ്രീമതി ടീച്ചർ ഇല്ലാതെ പോയതാണ്, അല്ലെങ്കിൽ കേരളം കത്തിയനെ. ഇവിടെ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ശ്രീമതി ടീച്ചർ വ്യക്തിപരമായി ഒരു ഭരണകൂട അധാർമികതയ്ക്കെതിരെ എങ്ങനെ പരാതി പറയും? അതാണ് അവർ ഉപയോഗിക്കുന്നത്. ടീച്ചറിൻ്റെ ആ വീക്ക്നെസ്സാണ് BJP ഹാൻഡിലുകൾ ദുരുപയോഗം ചെയ്യുന്നതിൽ ചൂഷണം ചെയ്യുന്നത്. പക്ഷെ അതിനേക്കാൾ കൂടുതൽ ടീച്ചർ ഒരു പ്രധാനപ്പെട്ട കാര്യം, ടീച്ചറിൻ്റെ മകൻ്റെ ഭാര്യ, ടീച്ചർ മന്ത്രിയായിരുന്നു, ആരോഗ്യമന്ത്രിയായിരുന്നപ്പോൾ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൽ പേഴ്സണൽ സ്റ്റാഫിൽ ജോലി കിട്ടുന്നു ടീച്ചറിൻ്റെ. എന്ത് കേരള കിട്ടുന്നതെന്നറിയോ? ഡൊമസ്റ്റിക് സെർവൻറ്റ്, വേലക്കാരി, അല്ലെങ്കിൽ വീട്ടിലെ വീട്ടുജോലിക്കാരി എന്നുള്ള രീതിയിലാണ് അവരവിടെ പോസ്റ്റ് ചെയ്യുന്നത്. എന്നിട്ട് പേഴ്സണൽ സ്റ്റാഫിലേക്ക് വരികയും അവിടെ പെൻഷനും ആനുകൂല്യങ്ങളെല്ലാം മേടിക്കുകയും ചെയ്തു. ഇപ്പോൾ പെൻഷൻ്റെ കാര്യത്തിൽ അവർ തെറ്റായ രീതിയിൽ മേടിക്കുകയില്ല എന്നുള്ളതിനെക്കുറിച്ച് കൂടുതൽ വാദപ്രതിവാദത്തിൻ്റെ ആവശ്യമില്ല, അതിന് മടിയില്ല അവർക്ക്. ഈ കാര്യത്തിൽ മേടിച്ചിട്ടുണ്ടോ നമുക്കറിയത്തില്ല, മേടിച്ചിട്ടുണ്ടാകാൻ സാധ്യതയില്ല, അല്ലെ അവർ ഇത്രയും ഇതായിട്ട് പറയുകയില്ല. പിന്നെ രണ്ടാമത് അനഘയുടെ കേസ് തിരുവല്ലയിൽ, അവിടെ എന്താ സംഭവിച്ചത്? അവിടെയും പ്രതിസ്ഥാനത്ത് അല്ലെ ഇവരുടെ മോൻ വരുമോ? ഇവരെ കണ്ടപ്പോഴാണ് അവർ ബോധക്കേടുണ്ടായെന്ന് വരുമോ? ആ ആത്മഹത്യക്ക്, ആ മരണത്തിനൊക്കെ ആര് കാര്യം? അപ്പം മരണവും ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഭർത്താവ് 10 മരിച്ചു പോയതിന് ശേഷം പറഞ്ഞതിലാണ് സങ്കടം. പക്ഷെ ഒന്ന് ആലോചിക്കുക, ഇവരൊക്കെ PP ദിവ്യയുടെ കാര്യത്തിൽ ഇവരെന്ത് നിലപാടെടുത്ത്? കണ്ണൂർ PP ദിവ്യയുടെ കാര്യത്തിൽ എന്ത് നിലപാടെടുത്തു? കാശ് മേടിക്കാത്ത നവീൻ ബാബുവിനെ കൈക്കൂലിക്കാരനാക്കി മാറ്റിയില്ലേ? അവർക്കും വേദനയില്ലേ?
ഞാൻ ഇവരെ യാതൊരു കാരണവശാലും ഇവർക്കെതിരായി പോസ്റ്റ് ഇട്ടവനെ ന്യായീകരിക്കട്ടെ എന്ന്. പക്ഷെ ടീച്ചറിന് സ്വയം ചിന്തിക്കാൻ, ടീച്ചറിനല്ല CPM അല്ല ഏത് രാഷ്ട്രീയ പാർട്ടിയിലുള്ളവർക്കും ഈ വ്യക്തിഹത്യ എന്നുള്ള താങ്കൾ പറഞ്ഞ പോലെ വ്യക്തിഹത്യയുടെ മാർഗത്തിലേക്ക് പോകാതെ വസ്തുതാപരമായ കാര്യങ്ങൾ മാത്രം അവതരിപ്പിക്കുന്ന വിമർശനങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ നന്നായിരുന്നു. സാർ പറഞ്ഞു വരുന്ന കാലത്തിൻ്റെ ഒരു തിരിച്ചടി എന്നുള്ള രീതിയിലാണ് സാധനം. അല്ല, അങ്ങനെയുണ്ട്. അവർക്ക് ഇവരെ പോലുള്ളവർ ഒത്തിരി പേരുണ്ടെന്നേ. ഇവർ BJPയിലായിരുന്നെങ്കിൽ ഇത് തന്നെ ചിലപ്പോൾ ചെയ്തേനെ. ശ്രീമതി ടീച്ചർ ശശികല ടീച്ചറിൻ്റെ സ്ഥാനത്ത് BJPക്കാരിയായിരിക്കുകയും ശശികല ഇതുപോലെ ഇവിടുത്തെ ഒരു പെൻഷൻ മേടിച്ച കേസുണ്ടാവുകയും ചെയ്യുക. ശ്രീമതി ടീച്ചറിൻ്റെ പ്രതികരണം വ്യത്യാസം വരികയില്ലായിരുന്നു, ഉറപ്പായിട്ടും. അത് അവിടെയല്ലേ ഇവർ ഇതുപോലെ ഒന്ന് കരഞ്ഞുവരാ. ശൈലജ ടീച്ചർ കരഞ്ഞു. സ്ക്രീൻഷോട്ടിൻ്റെ കാര്യം പറഞ്ഞാൽ എന്നെപ്പറ്റി ബ്ലൂ ഫിലിം വരെ ഉണ്ടാക്കിയോണ്ട് സംശയമുണ്ടെന്ന്. ഇല്ല, എന്നെ കരഞ്ഞോടാ പറയുന്നത്. ആരായിരുന്നു അത് ഉണ്ടാക്കിയത്? CPM തന്നെ. അറസ്റ്റ് ചെയ്തത് ഡിവൈഎഫ്ഐയുടെ നേതാക്കളെ. അല്ല, അതിനെപ്പറ്റി ഇവർക്ക് പ്രതിഷേധം ഇല്ലേ? ശ്രീമതി ടീച്ചറിന് അതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? അതൊരു കുടുംബം നശിപ്പിക്കാനുള്ള മാർഗ്ഗമല്ലേ? അതൊരു കുടുംബം മാത്രമല്ല, ഒരു മണ്ഡലം മൊത്തം വർഗീയ കലാപത്തിൽ എത്ര പേരെ എൻ്റെ ചാവുകയോ മരിക്കുകയോ തീ കത്തിക്കലൊക്കെ ഉണ്ടാവുമായിരുന്നു. തുടങ്ങി കിട്ടിയാൽ മതി. ആരെങ്കിലും സ്പാർക്ക് മതിയായിരുന്നു. ആരെങ്കിലും ഒരു കൂട്ടർ തുടങ്ങിയിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഉണ്ടായേനെ. ഭാഗ്യവശാൽ കേരളത്തിലെ ജനങ്ങൾക്ക് വളരെ പെട്ടെന്ന് കാര്യങ്ങൾ തിരിച്ചറിയാൻ പറ്റിക്കൊണ്ട് വടകരയിലെ ജനങ്ങൾ ഇവരുടെ കള്ളക്കളികൾ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടു മടുത്തത് കൊണ്ട് അവർ സൈലൻ്റായിട്ടിരുന്നു. അവിടെ ഉണ്ടാക്കാൻ തുടങ്ങിയതാണ്. അപ്പോൾ ഇന്നതാ ഉദ്ദേശം കൃത്യമായി. അപ്പോൾ ഒരു കാര്യത്തിൽ മാത്രം, തങ്ങളെ ബാധിക്കുന്ന ഒരു കാര്യത്തിൽ മാത്രം അഭിപ്രായം പറയുകയും പ്രതിഷേധം പറയുകയും ചെയ്യുകയും മറ്റു കാര്യങ്ങളിൽ നിശബ്ദരായിരിക്കുകയും ചെയ്യുമ്പോൾ ഇത് ക്രെഡിബിലിറ്റി പോകും. അവിടെയാണ് പറയുന്നത്. ഇത് സതീശന് കൊടുത്തിരിക്കുന്നു, രമേശ് ചെന്നിത്തല കൊടുത്തിരിക്കുന്നു. അവർ തന്നെ വേറെ ഗുണങ്ങളെ കിട്ടും. ഇത്തരം ഒരു അന്വേഷണം നടത്തിക്കഴിഞ്ഞാൽ, ഇതുപോലത്തെ സമാനമായ അന്വേഷണങ്ങൾ നടത്തിയാൽ കൂടുതൽ സ്ഥാനത്ത് പ്രതികളായിട്ട് ആരാ വരുന്നത്? ഇവിടെ ആന്തൂർ സാദിൻ്റെ ഭാര്യയെപ്പറ്റി ഇവരെന്നാ പറഞ്ഞത്? ശ്രീമതി ടീച്ചറിൻ്റെ കൺമുമ്പിലല്ലേ അത്? ഗോവിന്ദൻ്റെ ഭാര്യയുണ്ടല്ലോ, ഗോവിന്ദൻ്റെ ഭാര്യയും ശ്രീമതി ടീച്ചറും കൂടെ ആ സ്ത്രീയെപ്പറ്റി എന്തെല്ലാം പറഞ്ഞ്? PP ദിവ്യ ജയിലിൽ വന്നപ്പോൾ സ്വീകരിക്കാൻ പോയാരാ? അപ്പോൾ അവിടെയൊക്കെ നിശബ്ദമായി മൗനി നമ്മൾ തറന്താന ഭാഷ പറഞ്ഞില്ല, വാ മൂടിക്കെട്ടിയിരുന്നിട്ട് ഇപ്പോൾ പൊട്ടിത്തെറിയുക. അത് നമ്മൾ രണ്ടും കാണണം. ഇതിനെ നമുക്ക് 100% എതിർക്കാവുന്ന എല്ലാ രീതിയിലും എതിർക്കാം. ഇതിട്ടവനെ പിടിക്കണം, അവനെ രക്ഷിക്കാനായിട്ട് നോക്കരുത്, ഒരു പാർട്ടിയും നോക്കരുത്. CPM-കാരനാണെന്ന് നോക്കി ജയിലിൽ നിന്ന് ഇറങ്ങിവിടെ ജാമ്യം കിട്ടുമ്പോൾ സ്വീകരിക്കാനായിട്ട് പോകരുത് കോൺഗ്രസ്സുകാർ അല്ലെങ്കിൽ BJPക്കാർ. ഇവരെ അറസ്റ്റ് ചെയ്ത് ഇവർക്കെതിരായിട്ട് നടപടി ഉണ്ടാകുമ്പോൾ ജയിലിൽ നിന്ന് ഇറക്കി വിട്ട് കഴിയുമ്പോൾ സ്വീകരിക്കാൻ രാജീവ് ചന്ദ്രശേഖരോ മുരളീധരനോ പോകരുത്. അതെങ്കിലും ഉറപ്പിക്കണം. ഇതിലിപ്പോൾ ഉണ്ടായൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ, തൃശ്ശൂരിൽ നിന്നുള്ള കോൺഗ്രസിൻ്റെ എന്താ പറയുക സ്വാതന്ത്ര്യ സമര സേനാനിയും അതുപോലെ തന്നെ കോൺഗ്രസ് നേതാവുമായ നിയമസഭയിലെ അംഗവുമായിരുന്നു PR കൃഷ്ണൻ, ഒരു MLA ആയിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേരും ഈ പറഞ്ഞ പോലെ PK ശ്രീമതി എന്നാണ്. അപ്പൊ ഇവിടെയാണ് ഈ ഒരു സാധനം അവർ മിസ്യൂസ് ചെയ്തത്. കാരണം അവരും ടീച്ചറാണ്, അവരും PK ശ്രീമതി എന്നാണ്, അവരുടെ ഭർത്താവും ഈ പറഞ്ഞ പോലെ MLA ആണ്. അപ്പൊ എല്ലാം കൊണ്ടും വരുമ്പോൾ ഒരേപോലെ യോജിച്ചു. ഇനി അവരത് അറിയാണ്ട് പറ്റിയതാണ്. അപ്പം അറിയാണ്ട് പറ്റിയതാണെങ്കിൽ ഓക്കെയാണ്, മനുഷ്യന്മാർക്ക് തെറ്റ്. അറിയാതെ പറ്റിയത് അറിയാതെ ഇവരോട് ചോദിച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. വാർത്ത ശരിയാണെന്ന് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് സംശയം വേണ്ട. അത് അവരോട് ഫോണിൽ കൂടെ വിളിച്ചു വെച്ച് എത്ര പെട്ടെന്ന് അവൈലബിൾ അല്ലേ? എത്രയോ മാർക്കുണ്ട് പാർട്ടിക്കോ അല്ലെങ്കിൽ ഈ ചാനലിനൊക്കെ ആ സ്ഥലത്ത് കണ്ണൂർ പോയി അന്വേഷിക്കാമല്ലോ. എത്രയോ കണ്ണൂരുണ്ട് ഇവർക്ക്. അവരെ നേരിട്ട് അന്വേഷിക്കത്തില്ലേ വേണമെങ്കിൽ? പറയുന്ന കാര്യത്തിൻ്റെ ഗൗരവം ഭയങ്കര. ഇവർ മിസ്അപ്രോപ്രിയേഷൻ അല്ല, ഫ്രോഡാണ് ഇവർ ചെയ്തിരിക്കുന്നു. തെറ്റായ രീതിയിൽ മേടിച്ചിരിക്കുന്നു. പക്ഷേ തെറ്റായ രീതിയിൽ മേടിക്കുമെന്ന് ചോദിച്ചാൽ ഇവർ മകൻ്റെ ഭാര്യയ്ക്ക് മേടിച്ചു കൊടുത്തു. അത് വേറെ വശം. അത് രണ്ട് സെപ്പറേറ്റ് കേസാണ്. അത് അവിടെ അങ്ങനെ മേടിച്ചുകൊണ്ട് രണ്ടാമത് ഇവിടെ മേടിക്കാൻ പാടില്ല എന്നൊന്നുമില്ല. ഇവരെ ടാർഗറ്റ് ചെയ്തതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് BJPയുടെ ഹാൻഡിലുകൾ ഇപ്പോൾ ഇവരെ പറ്റി പറഞ്ഞാൽ ജനം വിശ്വസിക്കും. ആ തോന്നലൂടെയുണ്ട്. വെറുതെ ഒരാളെ പറ്റി പറയുമോ? ഗൗരിയമ്മയെ പറ്റി പറയുമോ കാശ് മേടിക്കുന്ന? അതിനാ എന്ത് ഗൗരിയമ്മയെ പറ്റി പറയില്ലാത്ത? നയനാരുടെ ഭാര്യയെ പറ്റി പറയുമോ? ഇല്ലല്ലോ. അച്ഛൻ വീണാ വിജയനെ പറ്റി പറയും, വിശ്വസിക്കുകയോ ഇല്ലയോ? വീണാ വിജയൻ കാശ് മേടിക്കാത്തൊരു കേസിൽ ഒരു ആരോപണം ഉന്നയിക്കുക. വീണാ വിജയൻ കാശ് മേടിച്ചു, ഇപ്പോൾ ജനങ്ങൾ സംശയത്തിലെങ്കിലും നിർത്തും വീണാ വിജയൻ ഇല്ലേ? മറ്റൊരു കാര്യം കൂടി ഇതിൽ ശ്രീമതി ടീച്ചർ എന്നല്ല പറഞ്ഞതിലുണ്ട്. മുൻപ് P ഗോപാലകൃഷ്ണനും PT തോമസും തനിക്കെതിരെ വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ചപ്പോൾ താൻ ക്ഷമ കാണിച്ചിട്ടുണ്ടെന്നും എന്നാൽ ഇനി അത്തരത്തിലുള്ള ക്ഷമ തൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവില്ല എന്നുള്ളത് കൂടി ശ്രീമതി ടീച്ചർ മുമ്പോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ അത് TP തോമസിനെ കൂടിയും PT തോമസിനെ കൂടി മെൻഷൻ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അവരെന്തൊക്കെയോ ഈ പറഞ്ഞ ശ്രീമതി ടീച്ചർക്ക് ഇവർ പണ്ട് ആരോപണങ്ങളുടെ മുൻമുന്നേ ഇവർ പല കേസുകളിലും വന്നിട്ടുണ്ട്. തിരുവല്ലയിൽ പോയി, അത് മെയിൻ പ്രശ്നം തിരുവല്ലയിൽ അനഘ എന്ന് പറയുന്ന ഒരു ബ്രാഹ്മൺ പെൺകുട്ടി ബലാത്സംഗത്തിന് വിരായ പെൺകുട്ടിയെ കാണാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ ഞെട്ടിപ്പറച്ച് ഓടി ചാടി. ആ സിനിമയിലൊക്കെ ഉണ്ടത്. അത് ഇവരുടെ മാൻ ചെന്നപ്പോഴാണെന്നാണ് പറയുന്നത്.
ആ രീതിയിൽ അന്ന് വാർത്തകളുണ്ടായിരുന്നു. ഇവർക്ക് നിഷേധിക്കാൻ പറ്റിയിട്ടില്ല. ഇവരെ പറ്റി പറയാനുള്ള മെയിൻ കാരണമാണ്. പിന്നെ പി കെ ശശിക്ക് തീവ്രത കുറവാണെന്ന് പറഞ്ഞ് സർട്ടിഫിക്കറ്റ് കൊടുത്തേരെ. അതിന് ആരാ കൊടുത്തത്? ഈ പറയുന്ന ഇപ്പം പുണ്യാളത്തിയുടെ വേഷം ശ്രീമതി ടീച്ചറാണ്. അവരെ അവമാനിക്കാൻ പറയല്ല, അവരെ തെറ്റിദ്ധരുത്താൻ പറ്റും. ഇപ്പോൾ തെറ്റിദ്ധരുത്തേണ്ട സമയമാണ് മാർക്സിസ്റ്റ് പാർട്ടി. എല്ലാ തെറ്റുകളും ഏറ്റുപറഞ്ഞ് അവരുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ടെങ്കിൽ, അവരുടെ പാർട്ടിയുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ടെങ്കിൽ ഈ തെറ്റുകളോട് ജനത്തോട് ഏറ്റുപറയുക. ഈ കൂട്ടത്തിൽ ഒരു പശ്ചാത്താപം, അവർ രാഷ്ട്രീയത്തിൽ ശുദ്ധീകരിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല അവസരം അവർക്ക് പറയാം. ഒരു പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗം വരെയാണ്. അവർക്ക് പറയാം പാർട്ടി ഇന്ന തെറ്റൊക്കെ ചെയ്തിട്ടുണ്ട്, കാഫിർ സ്ക്രീൻഷോട്ട് തെറ്റായിരുന്നു, മനഃപൂർവ്വം ഉണ്ടാക്കിയതാണ്, ഇത് പറയണം. അവർ കുറ്റസംഭവം പോലെ നടത്തട്ടെ. അതുപോലെ പി കെ ശശിയുടെ കാര്യത്തിൽ, ഇനിയിപ്പോൾ ശശിയുടെ കാര്യത്തിൽ പറയും ശശി CPM പോകുന്നു. അതുകൊണ്ടാണ് പറഞ്ഞു വരും. അത്തരം കാര്യങ്ങൾ ഏറ്റുപറഞ്ഞ് പാർട്ടി ഇത്തരം തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, ശ്യാമള ആന്തൂർ സാജനെ പറ്റി പറഞ്ഞു തന്നെ, പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യ ആന്തൂർ സാജൻ്റെ ഭാര്യയെ പറ്റി പറഞ്ഞു തന്നെ, അവർക്ക് തൊഴിൽ വേറെ, അതുകൊണ്ടാണ് സാജൻ ആത്മഹത്യ ചെയ്യുന്ന പറഞ്ഞു. MM മണി സമരം ചെയ്ത പെണ്ണുങ്ങളെ പറ്റി പറഞ്ഞു തന്നെ, സമരം കഴിഞ്ഞ് പോകുമ്പോൾ മറ്റേ പണിയാണെന്നാണ് പറഞ്ഞത്. ഇതൊക്കെ ഇവരുടെ സഹപ്രവർത്തകരല്ലേ, സഹാബെന്ന് വിളിച്ച് നടക്കുന്നവരല്ലേ, ചെഗുവേരയുടെ പിൻഗാമികളല്ലേ. അവിടെ ഒന്നും ഇവർക്ക് പ്രതിഷേധവും ധാർമ്മിക രോഷവും ഇല്ല. ചില പത്രങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പോൾ അതും ചില കാര്യങ്ങൾ മാത്രം നിങ്ങൾ എംഫസൈസ് ചെയ്ത് നിങ്ങളുടെ കാലത്ത് എന്തും ചെയ്യാൻ ഞാൻ എന്തും പറയും എന്ന് പറയുകയും മറ്റാരെങ്കിലും അതേ രീതിയിൽ ഒരു വാക്യം അനുവേദനം തരംതാണ രീതിയിൽ പ്രതികരിക്കുമ്പോൾ മാത്രം നമുക്ക് ദേഷ്യം വരരുത്. മറ്റവരും തരംതാണ രീതിയിലാണ് പ്രതികരിച്ചിരിക്കുന്നത്. അതിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യല്ലേ ചെയ്യുന്നത്. അത് ഏത് പാർട്ടിക്കാരിത്തായാലും ആ രീതിയിൽ തന്നെ അതിനെ കൈകാര്യം ചെയ്യാൻ പറ്റണം. ഇവിടെ ശ്രീമതി ടീച്ചറിനെ പറ്റിയ കുഴപ്പം, ആ ക്രെഡിബിലിറ്റി ശ്രീമതി ടീച്ചറിനുമില്ല, പാർട്ടിക്കുമില്ല. അതുകൊണ്ടാണ് ശ്രീമതി ടീച്ചർ വിഷമിക്കുന്നത്. അതുകൊണ്ടാണ് കരച്ചിൽ വരുന്നത്. ഞാനും പണ്ടൊക്കെ ഇങ്ങനെ ചെയ്തില്ലോ എന്നുള്ള കുറ്റബോധമോ പ്രായശ്ചിത്തം കൊണ്ടായിരിക്കും ടീച്ചർ കരഞ്ഞത്. ഇത്രയേ ഉള്ളൂ.